സാധുദർശനം 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 ധർമ്മരക്ഷ, രാഷ്ട്രരക്ഷ, ഗോരക്ഷ എന്നീ 3 കർത്തവ്യങ്ങളോട് കൂടിയിട്ടാണ് ഓരോ മനുഷ്യനും ജനിക്കുന്നത്. ബ്രഹ്മചര്യാശ്രമത്തിലും ഗൃഹസ്ഥാശ്രമത്തിലും വാനപ്രസ്ഥാശ്രമത്തിലും സന്യാസാശ്രമത്തിലും ഓരോ വ്യക്തിയും ആശ്രമത്തിൽ ആണ്. ആശ്രമത്തിൽ അല്ലാത്തവർ ആരും ഇല്ല. ഞാൻ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി, അഖിൽ ഭാരതീയ സന്ത് സമിതിയുടെ രാഷ്ട്രീയ മന്ത്രി, അഖില ഭാരത സന്യാസി സഭയുടെ ദേശീയ അധ്യക്ഷൻ, ആദിശങ്കര അദ്വൈത അഖാഡയുടെ സ്ഥാപകൻ, മലബാർ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ, കേരള സംസ്ഥാന സന്യാസി സഭയുടെ ഡയറക്ടർ, സനാതന ഏകോപന സമിതിയുടെ ആചാര്യൻ, എല്ലാത്തിലുമുപരി അയ്യപ്പ പ്രസ്ഥാനങ്ങളുടെ അന്താരാഷ്ട്ര പ്രചാരകൻ. ധർമ്മം എന്ന വാക്കിലേക്ക് വരുമ്പോൾ സനാതനധർമ്മമാണ് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ അടിസ്ഥാനം എന്ന് കാണാം. സന്നയതി സനാതനഃ സനാതനശ്ചാസോ ധർമ്മഃ സനാതനഃ ചിരപുരാതനം നിത്യനൂതനം ഇത് സനാതനം എന്ന് വരുമ്പോൾ ഓൾഡർ ദാൻ ദ ഓൾഡസ്റ്റ്, ന്യൂവർ ദാൻ ദ ലേറ്റസ്റ്റ് എന്ന അർത്ഥത്തിൽ ഏറ്റവും പഴയതും എന്നാൽ ഏറ്റവും ആധുനികവും എന്ന വാക്കിലേക്ക് ഇത് വരുന്നു. ധാര്യതേ ഇതി ധർമ്മഃ, ധാരയതി ഇതി ധർമ്മഃ എന്ന് വരുമ്പോൾ ദ ലീസ്റ്റ് പാർട്ടിക്കിൾ ഇൻ വിച്ച് all the qualities are involved is called ധർമ്മ എന്ന് പറയുമ്പോൾ, പഞ്ചസാരയുടെ ധർമ്മം മധുരമാണ് എന്ന് വരുമ്പോൾ ധർമ്മം എന്ന വാക്കിന് ബ്രഹ്മാണ്ടത്തെ ധരിക്കുന്നത്, ധരിപ്പിക്കുന്നത്, നടത്തിക്കുന്നത് എന്ന് വരുമ്പോൾ സനാതനധർമ്മമാണ് ജീവരാശികളുടെ അടിസ്ഥാനം എന്ന് പറയുന്നു. എത്ര മതങ്ങളുണ്ടെങ്കിലും, എത്ര പരമ്പരകളുണ്ടെങ്കിലും, എത്ര അനുഷ്ഠാനങ്ങളുണ്ടെങ്കിലും അവയെല്ലാം തന്നെ സനാതനധർമ്മത്തിൻ്റെ ഉള്ളിൽ ലയിക്കുന്നു എന്നതിനാൽ ഈ ധർമ്മം മദർ ഓഫ് ഓൾ ദ റിലീജിയൻസ് എന്ന പേരിൽ അറിയപ്പെടും. ഇവിടെ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ്, നിങ്ങളൊരു വേദാന്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയെല്ലാം പറയാം, ഞങ്ങൾക്ക് യാതൊരു ദൈവവിശ്വാസവും ഇല്ല. God has nothing to do with this. പുണ്യാത്മാക്കളെ, വേദങ്ങളാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം എന്ന് വിചാരിക്കുന്നവരെ ആസ്തികന്മാർ എന്നും, വേദങ്ങളല്ല സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം മറ്റേതോ ഗ്രന്ഥങ്ങളാണ് എന്ന് ചിന്തിക്കുന്നവരെ നാസ്തികന്മാർ എന്നും പറയുന്നു. ഭഗവാൻ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ബ്രഹ്മം, അബ്സല്യൂട്ട് കോൺഷ്യസ്നസ്, പ്രിമോർഡിയൽ എനർജി എന്നുള്ള ഒന്നും തന്നെ ഇതിനകത്ത് ഫാക്കൽറ്റിയേ അല്ല. ദോസ് ഹു ബിലീവ് ദ ഹോളി ടെക്സ്റ്റ് ബുക്സ് ഓഫ് സനാതന ധർമ്മ ആർ ഹോളി വേദാസ്. ദേ ആർ കോൾഡ് ആസ് ആസ്തികാസ്. ദോസ് ഹു ഡസൻറ്റ് ബിലീവ് ദേ ആർ കോൾഡ് ആസ് നാസ്തികാസ്. അപ്പം ഇവിടെ നാസ്തികന്മാരും തപസ് ചെയ്തു, ആസ്തികന്മാരും തപസ് ചെയ്തു. നാസ്തികന്മാർ തപസ് ചെയ്തിട്ട് ചാർവാക ദർശനം, ജൈനദർശനം, ബൗദ്ധദർശനം എന്ന 3 ദർശനങ്ങൾ ഉടലെടുത്തു. ബൃഹസ്പതിയുടെ ചാർവാക ദർശനം, മഹാവീര ജൈനൻ്റെ ജൈനദർശനം, ഗൗതം ബുദ്ധൻ്റെ ബൗദ്ധദർശനം. ഈ ദർശനം പിന്നീട് 4ആയി. അങ്ങനെ വരുമ്പോൾ അവിടെയും 4ഉം 2ഉം 6 എന്നായി. ബട്ട് ദേ ഡിസൻറ്റ് ബിലീവ് വേദാസ് ആർ ദ ഫൗണ്ടേഷണൽ പ്രിമോർഡിയൽ ടെക്സ്റ്റ് ബുക്സ് ഓഫ് സനാതന ധർമ്മ. അതിനാൽ ഈ 3 ദർശനങ്ങൾ ഭാരതത്തിൽ നിന്ന് തുടച്ചെറിയപ്പെട്ടു. യാഗഭൂമിയും യോഗഭൂമിയും കർമ്മഭൂമിയും വേദഭൂമിയും യജ്ഞഭൂമിയുമായ ഭാരതം വേദത്തിൻ്റെ ആധാരമില്ലാത്തതായ ദർശനങ്ങളെ എല്ലാ കാലത്തും തുടരാൻ തയ്യാറായില്ല. ഒരുപക്ഷെ
ഒരുപാട് നല്ല കാര്യങ്ങൾ അതിലുണ്ടാവാം, പക്ഷേ അടിസ്ഥാനം ഇല്ലാതെ പോയി. ഇത് ഒരു വശത്ത് നിൽക്കുമ്പോൾ ആസ്തിക ദർശനം എന്നുള്ള ദർശനത്തിലേക്ക് വരുമ്പോൾ ആസ്തിക ദർശനക്കാരും തപസ് ചെയ്തു. അതിൽ നിന്ന് 6 മഹത്തായ ദർശനങ്ങൾ ഉടലെടുത്തു. അവയാണ് ഇന്നത്തെ ബ്രഹ്മാണ്ടത്തിലെ എല്ലാ ജ്ഞാന പുസ്തകങ്ങളുടെയും ആധാരം. 4 ടെക്സ്റ്റ് ബുക്കുകൾ, 4 ദർശനങ്ങൾ വേദങ്ങളായിട്ട് നേരിട്ടും പിന്നീടുള്ള 2 ദർശനങ്ങൾ അവയുടെ സൈഡിലൂടെ എത്തിച്ചേരുകയും എന്നാൽ ഒറ്റ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ വേദങ്ങളായിട്ട് ബന്ധമില്ലാതിരിക്കുകയും ചെയ്തു. ലീഗൽ വ്യൂവിലേക്ക് നോക്കുമ്പോൾ ആദ്യത്തെ 4 ദർശനങ്ങളും വേദങ്ങളായിട്ട് നേരിട്ട് ബന്ധമേ ഇല്ല. എന്നാൽ അവസാനത്തെ 2 ദർശനങ്ങൾ ഡയറക്ട്ലി അഫിലിയേറ്റഡ് ടു വേദാസ് എന്ന് കാണാം. ഗൗതമ മഹർഷിയുടെ ന്യായം എന്ന ദർശനമാണ് ഒന്നാമത്തെ ദർശനം. കണാദ മഹർഷിയുടെ വൈശേഷികം എന്ന ദർശനമാണ് രണ്ടാമത്തെ ദർശനം. ന്യായ ദർശനവും വൈശേഷിക ദർശനവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണാം. ഇന്ന് നാം ക്ലെയിം ചെയ്യുന്ന ആറ്റം തിയറി പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും പോസിട്രോണും ഇതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യത്തിനും പോസിറ്റീവ് നെഗറ്റീവ് എനർജി എന്ന് തെറ്റായ രീതിയിൽ ഓരോ മനുഷ്യനും ഇന്ന് വ്യാഖ്യാനിക്കുന്ന ഈ പോസിറ്റീവ് നെഗറ്റീവും എവിടെ നിന്ന് വന്നു, പോസിറ്റീവ് എനർജി വേണം എന്ന് ക്ലെയിം ചെയ്യുന്നു പലരും. ഇവിടെ ഈ തത്വങ്ങൾ ആറ്റോമിക് തിയറിയിൽ നിന്നാണ് വന്നത്. അപ്പോൾ വോൾട്ടേജ്, റെസിസ്റ്റൻസ്, V/R = I, കറണ്ട്, ഈ സിസ്റ്റം എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആറ്റം എന്ന വിശേഷണം കണാദ മഹർഷിയുടെ എത്രയോ വർഷങ്ങൾക്ക് മുൻപുള്ള ദർശനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആറ്റോമിക് തിയറി വരുന്നത് കണാദ മഹർഷിയുടെ ദർശനത്തിലാണ്, വൈശേഷികം എന്ന ദർശനത്തിലാണ്. അപ്പോൾ ന്യായവും വൈശേഷികവും കഴിഞ്ഞാൽ മൂന്നാമത്തെ ദർശനം കപില മഹർഷിയുടെ സാഖ്യ ദർശനമാണ്. സാഖ്യ ദർശനത്തിൽ ഈ ബ്രഹ്മാണ്ടത്തെ 24 തത്വങ്ങളായി വിഭജിച്ചുകൊണ്ട് 25ാമത്തെ പ്രിമോർഡിയൽ എനർജി എന്ന ഊർജ സ്രോതസ്സിനെ അതിലേക്ക് കടത്തിവിടുമ്പോൾ പ്രകൃതി പുരുഷ എന്ന കണക്കിലേക്ക് ഇത് മുഴുവൻ വ്യാപിച്ചതായി കാണാം. അങ്ങനെ കപില മഹർഷിയുടെ സാഖ്യ ദർശനം 25 തത്വങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് പരിപൂർണമായ യോഗദർശനവുമായി പതഞ്ജലി മഹർഷിയുടെ വരവ് എന്ന് കാണാം. അങ്ങനെ 4ാമത്തെ ദർശനമായി പതഞ്ജലി മഹർഷിയുടെ യോഗദർശനം എന്ന തത്വം വരുന്നു. ഇന്ന് നാം ഓരോ മൈതാനങ്ങളിലും കാണുന്നതായ യോഗയല്ല യഥാർത്ഥ യോഗദർശനം. യോഗ ചിത്തവൃത്തി നിരോധ എന്ന കണക്കിൽ മനസ്സിൻ്റെ ഉന്നമനമായ ഒരു അവസ്ഥയാണ്. അതിൽ എന്താണ് ബ്രഹ്മാണ്ടത്തിൻ്റെ പ്രിമോർഡിയൽ എനർജി എന്ന് പറയുമ്പോൾ തസ്യ വാചക പ്രണവ എന്ന് പറഞ്ഞ് നിർത്തുകയാണ് ചെയ്യുന്നത്. പ്രണവമാണ് ബ്രഹ്മത്തിൻ്റെ പേര് എന്ന് പറഞ്ഞ് നിർത്തിക്കൊണ്ട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും റെസണൻസ് ഫ്രീക്വൻസിയാണ്, റെഗുലേറ്റഡ് തത്വമാണ് യോഗ എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ ഇന്ന് നാം കാണുന്ന ആസനങ്ങളും കുക്കുടാസനവും തലകീഴായി നിൽക്കലും ഒറ്റക്കാലിൽ നടക്കലും എല്ലാം യോഗയുടെ വെറും ബാഹ്യമായ എക്സസൈസുകൾ മാത്രമായി തീരുന്നു എന്ന് വളരെയധികം നാണക്കേടോടുകൂടി പറയേണ്ടതായിട്ട് വരുന്നു. യഥാർത്ഥ യോഗദർശനവും ഇന്ന് ചെയ്യുന്ന യോഗയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് കാണും. ഒരുപക്ഷെ പതഞ്ജലി മഹർഷി ഇന്ന് വന്ന് യോഗാചാര്യന്മാരും അവരുടെ എക്സസൈസുകളും കണ്ടാൽ അപ്പോൾ തന്നെ ഇഡ്ലിയിൽ ചട്നിക്ക് പകരം എന്തു ചോദിക്കുമായിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ന്യായം, വൈശേഷികം,
സാഖ്യം, യോഗം, ഈ 4 ദർശനങ്ങൾ വേദങ്ങളുമായി സൈഡിലൂടെയുള്ള ഒരു ബന്ധമേ ഉള്ളൂ. എന്നാൽ ദേ ആർ അഫിലിയേറ്റഡ് ടു വേദാസ്. ഇനി 5ാമത്തെ ദർശനം വേദത്തെ നേരിട്ട് ആധാരമാക്കിയിട്ടുള്ളതാണ്. ആ ദർശനമാണ് മീമാംസ എന്ന മഹത്തായ ദർശനം. ജൈമിനി മഹർഷിയാണ് അതിൻ്റെ ആചാര്യൻ. ഈ 5 ദർശനങ്ങളും കൊടികുത്തി വാഴ്ന്നിരുന്നതായ ഒരു കാലഘട്ടത്തിൽ മീമാംസ ദർശനത്തിൻ്റെ തന്നെ ഏറ്റവും അനുഭവകരമായ പാഠങ്ങളെ പുറത്തേക്കെടുത്തുകൊണ്ട് 6ാമത്തേതായ ഒരു ദർശനം ബാദരായണ മഹർഷി, കൃഷ്ണദ്വൈപായന മഹർഷി, പിന്നീട് ഭഗവാൻ വേദവ്യാസ മഹർഷി എന്നറിയപ്പെട്ട ആചാര്യശ്രേഷ്ഠൻ 3 പ്രസ്ഥാനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സ്ഥാപിക്കുകയാണ്. ഈ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ഇന്ന് ലോകത്തിൻ്റെ ജ്ഞാനത്തെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഉത്തരമീമാംസ എന്ന പേരിൽ അറിയപ്പെട്ട ഇപ്പോൾ നാം വിളിക്കുന്ന വേദാന്ത ദർശനം. വേദാനാം അന്തഃ, വേദാന്തത്തിൻ്റെ ആചാര്യൻ. വേദാന്തമൊന്നും നിങ്ങളുടെ വേദാന്തമൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് നാടൻ ഭാഷയിൽ നമ്മൾ പറയുന്നു. അപ്പം അവിടെയും വേദാന്തം എന്ന വാക്കാണ് വരുന്നത്. ഞാൻ ഒരാളുടെ വീട്ടിൽ കല്യാണം വിളിക്കാൻ പോയി. ആ സമയത്ത് അയാൾ തുടങ്ങി അയാളുടെ വേദാന്തം എന്നാണ് പറയുക. അപ്പോഴും അയാൾക്കും അറിയില്ല യഥാർത്ഥ വേദാന്തം. വേദത്തിൻ്റെ അന്ത്യമായ പാർട്ട് മീൻസ് ഫൈനൽ കൺക്ലൂഷൻസ്, ദ ഡിസിഷൻസ് വിച്ച് കനോട്ട് ബി ക്വസ്റ്റ്യൻഡ് എന്ന കണക്കിൽ വേദത്തിൻ്റെ അന്ത്യമായ നിർണയം എന്തോ അതാണ് വേദാന്തം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇത് ശ്രുതിപ്രസ്ഥാനം എന്ന 10 ഉപനിഷത്തുക്കളെയും സൂത്രപ്രസ്ഥാനം എന്ന 555 വാക്യങ്ങളായ ബ്രഹ്മസൂത്രത്തെയും സ്മൃതിപ്രസ്ഥാനം എന്ന 701 ശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭഗവത്ഗീതയും ചേർത്ത് ശ്രുതിപ്രസ്ഥാനം, സൂത്രപ്രസ്ഥാനം, സ്മൃതിപ്രസ്ഥാനം, പ്രസ്ഥാനത്രയം എന്ന കണക്കിൽ അടിത്തറയിട്ട് തയ്യാറാക്കിയതായ ദർശനമാണ് വേദാന്ത ദർശനം. വേദാന്ത ദർശനത്തിൻ്റെ ആചാര അനുഷ്ഠാന പദ്ധതികളാണ് യാഗങ്ങളും യജ്ഞങ്ങളും എല്ലാം കർമ്മകാണ്ഡ വിഭാഗം എന്നറിയിച്ചുകൊണ്ട് പ്രണാമം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.